ഹലോ ഡിയേഴ്സ്, ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കുറച്ച് പൂക്കളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഈ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂവിനേക്കാളും കുറച്ച് കട്ടിയുള്ള ടിഷ്യൂ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിനെ ആദ്യം 4 മടക്കി 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് വീണ്ടും 4 മടക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ പകുതി ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്ന് നിവർത്തി നോക്കാം. അപ്പോൾ അത് ഇതേപോലെ കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ടിഷ്യൂസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ചുരുട്ടിയെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങളിലൊക്കെ വെള്ളം വിരൽ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റി എടുക്കാം. വെള്ളം തൊട്ട് കൊടുക്കാതെ ഇതിങ്ങനെ പിരിച്ചു വെച്ചാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് അഴിഞ്ഞു പോരും. അതുകൊണ്ടാണ് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുന്നത്. ഇത് പിരിച്ചു വയ്ക്കാൻ വേണ്ടി ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ വെള്ളം തൊട്ട് കൊടുത്താലും ഇതിങ്ങനെ തന്നെ ഇരുന്നോളും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ടിഷ്യൂ ആയതുകൊണ്ട് കീറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നമുക്ക് എത്ര പൂക്കളാണോ വേണ്ടത് അത്രയും എണ്ണം ടിഷ്യൂസ് ഇതേപോലെ ചെയ്തെടുക്കണം. ഇതിങ്ങനെ ചെയ്തിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത പണി ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കീറിപ്പോരും. അപ്പോൾ അതാ ഇത്രയും പേപ്പറുകൾ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്ലിറ്റർ പൗഡർ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലിറ്റർ പൗഡർ അപ്ലൈ ചെയ്തിട്ട് ഈ ടിഷ്യൂസ് ഒന്ന് കളർഫുള്ളാക്കി എടുക്കാം. കുറച്ച് ഗ്ലൂവും വാട്ടറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്ലിറ്റർ പൗഡർ എളുപ്പത്തിൽ ഇതിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് ആദ്യം ഈ പേപ്പേഴ്സ് ഇങ്ങനെ മടക്കിയിട്ട് ഗ്ലൂവിൽ ആദ്യം ഒന്ന് മുക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഗ്ലിറ്റർ പൗഡറിലും ഒന്ന് മുക്കിയെടുക്കാം. ഗ്ലിറ്റർ പൗഡർ ഇല്ലെങ്കിൽ ടിഷ്യൂ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എല്ലാ ടിഷ്യൂസും ഇതേപോലെ ചെയ്തെടുക്കുകയാണേ. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ട് വേണം പിന്നെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി ഫ്ലവറാക്കി മാറ്റിയെടുക്കാം. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഒരു ബഡ്സ് എടുത്ത് 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ടിഷ്യൂ എടുത്തിട്ട് ഈ ബഡ്സിനെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കണം. ഇതിങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ അധികം ടൈറ്റ് ചെയ്ത് ചുറ്റാണ്ട് കുറച്ച് ലൂസാക്കി വേണം ഇതിങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കാൻ. നല്ല വലിപ്പത്തിലുള്ള പൂക്കളാണ് വേണ്ടതെങ്കിൽ ഒരു ലെയർ കൂടി ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് ചുറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ ചെറിയ പൂക്കളാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ എല്ലാ പേപ്പേഴ്സും ഇങ്ങനെ ബഡ്സിൽ വെച്ചിട്ട് ചുറ്റി കൊടുക്കാം. ഇതിൻ്റെ ചുറ്റും ഇനി ഇതളുകൾ കൂടി വെക്കാനുണ്ടേ. ഇതളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ടിഷ്യൂ എടുത്തിട്ട് 4 മടക്കി കട്ട് ചെയ്തെടുക്കാം. ഇതിനെ ഇനി പെറ്റൽസിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കാനായിട്ട് ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഇതിനെ മടക്കി എടുക്കണം. എന്നിട്ട് ഇതളിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച പൂവിൻ്റെ ചുറ്റുമായിട്ടും ഇതും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ചുറ്റിനും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ടിഷ്യൂ എടുത്തിട്ട് ഇതിലേക്ക് ചുറ്റി കൊടുക്കാം. പൂവിൻ്റെ ഷേപ്പ് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസ് ചെയ്ത് വേണം ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ. വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഗ്ലൂ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു പൂവിന് 2 ലെയർ ഒട്ടിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഈ ഒരു ലെയർ ചുറ്റി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു ലെയർ കൂടി ചുറ്റി കൊടുക്കണ്ട്. കുറച്ചുകൂടി വലിപ്പമുള്ള ഫ്ലവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ 3-4 ലെയർ കൂടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് മൊത്തത്തിൽ ചുറ്റിയെടുത്തിട്ട് ഇതിൻ്റെ ഓരോ ഇതളുകളും ഇങ്ങനെ വിടർത്തി കൊടുക്കണം.
അപ്പോഴാണ് കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ ലുക്കായിട്ട് കിട്ടുള്ളൂ. ബാക്കിയുള്ള ഫ്ലവേഴ്സും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു ഫ്ലവർ കൂടി ഉണ്ടാക്കുന്നത് ഓടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഫ്ലവേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ടിഷ്യൂവിന് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൂടി കൊടുക്കാം കേട്ടോ. ഞാൻ കളറൊന്നും കൊടുക്കണില്ല, ഞാൻ വൈറ്റ് കളർ ഫ്ലവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. രണ്ട് ലെയറിൻ്റെ മാത്രമല്ല, ഒരു ലെയറിൻ്റെയും കൂടി ചെറിയ ഫ്ലവേഴ്സ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലിനി വേണമെങ്കിൽ തണ്ടും ഇലകളും കൂടി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനെ മരത്തിൻ്റെ കമ്പിൽ ഒട്ടിച്ചെടുക്കാൻ പോവാണ്. മരത്തിൽ നിന്ന് ചെറിയൊരു കമ്പ് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സ് ഓരോന്നും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ആ ബഡ്സിൻ്റെ നീണ്ടു നിൽക്കുന്ന ഭാഗമൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പൂക്കൾ ഓരോന്നും കമ്പിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. ലീഫും വേണമെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ടിഷ്യൂ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഗ്രീൻ കളർ പെയിൻറ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇതാ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കമ്പിൻ്റെ കുറച്ച് നീണ്ടുന്ന ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് ഒടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിന് ഇനി ഫ്ലവർ വേസിലോ എവിടെയെങ്കിലും ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഫ്ലവേഴ്സ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.